ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൾ അതും പറഞ്ഞ് തന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. തറവാടും പരിസരവും ഒക്കെ വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. തറവാടിന്റെ സൈഡിലായി ഇലകളേക്കാൾ കൂടുതലായി പൂത്തു നിൽക്കുന്ന ചെമ്പരത്തി ചെടികളും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ വൈദേഹി ആരോ ആ ചെടികൾക്കിടയിലേക്ക് വലിച്ചു. പെട്ടെന്നുള്ള ആ വലിയിലൊന്ന് പകച്ചെങ്കിലും പരിചയമുള്ള സുഗന്ധം തന്നിൽ വന്ന് നിറഞ്ഞപ്പോൾ വൈദേഹിയിൽ ഒരു പുഞ്ചിരി വിടർന്നു. സിധു, എന്താണിത്? വിട്ടേ! അവന്റെ കൈകൾ കിടന്ന് വൈദേഹി എന്ന് കുതിരി. എന്നാൽ അവളുടെ കുറുകിയുള്ള സ്വരവും മത്തുപിടിപ്പിക്കുന്ന ഗന്ധവും അവന്റെ പിടി അവളിൽ ഒന്നുകൂടെ മുറുക്കുകയാണ് ചെയ്ത്. വൈദു, അച്ഛമ്മ നിന്നോട് പറഞ്ഞല്ലേ ഇന്നിവിടെ കിടക്കാന്ന്, പിന്നെന്തിനാ നീ അങ്ങോട്ടേക്ക് പോകുന്നത്? അവളുടെ നീണ്ട മുടിയുള്ള കയ്യിൽ വാരിയെടുത്തൊന്നായി ഉലച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ വശ്യമായി പുഞ്ചിരിച്ചു. സിദ്ധാർത്ഥിനെ എന്നും മോഹിപ്പിക്കുന്ന വൈദേഹിയുടെ പുഞ്ചിരി. ചുവന്ന പട്ടുസാരിയിൽ അവൾ അതിമനോഹരിയായിരുന്നു. കൺമഷി പടർന്ന കണ്ണുകളിലെ കറുപ്പും നെറ്റിയിലെ ചുവന്ന വട്ടപ്പൊട്ടും അഴിഞ്ഞലസമായി കിടക്കുന്ന നീണ്ട മുടിയും അവനെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതെന്തിനാ അവിടെ കിടക്കുന്നേ? ഒരു കള്ളച്ചിരിയോട് അവന്റെ കവിളിൽ തഴുകിക്കൊണ്ട് വൈദേഹി ചോദിച്ചു. ഏയ്, ഒന്നിനുമല്ല, വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ, വെറുതെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ. ഒറ്റക്കണ്ണിറുക്കി ചിരിയോടെ പറയുമ്പോൾ അവളുടെ അരയിൽ അവന്റെ പിടി വീണ് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടില്ലേ, സംസാരിച്ചില്ലേ? അരയിലായി അമർന്ന അവന്റെ കൈവിരലുകളിൽ പതിയൊന്ന് തഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു. അതങ്ങനെയല്ലല്ലോ. എങ്ങനെയല്ലെന്ന് വിട്ടേ? അവന്റെ കൈവിരലുടെ സ്ഥാനം ചലനം മാറി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൾ ചിരിയോടെ പതി അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. വൈദു, നാളെ വെളുപ്പിന് പോവും. ഇനി അടുത്ത ആഴ്ച വരികയുള്ളൂ. ഇത്തവണ വന്നിട്ട് നിന്നോട് ശരിക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയിട്ടില്ല. ഈ ഉത്സവം അവളൊക്കെ നടപ്പായിരുന്നല്ലോ. ഇന്നിപ്പോൾ അവിടെ നീ തനിച്ചല്ലേ ഉള്ളൂ. ബൈരുമാമ അവിടെ ഇല്ലല്ലോ. ഇന്ന് ഇവിടെ കിടക്കാടി പ്ലീസ്. സിദ്ധാർത്ഥ അവളെ നിറഞ്ഞ സ്നേഹത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കം പോലെ. അതിലുമേറെ തന്റെ ഉള്ളിൽ നിറയുന്ന ഉന്മാദാവസ്ഥ. സ്വയം അറിയാതെ രണ്ടുപേരും പരസ്പരം അടുത്തുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ അവളെ പിൻകഴുത്തിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ വൈദേഹിയുടെ കണ്ണുകൾ ഒരു നിമിഷം അടഞ്ഞുപോയി. അവളുടെ ചുവന്ന ചുണ്ടുകളിൽ അവന്റെ ചുണ്ട് ചേർക്കാൻ തുടങ്ങുമ്പോഴാണ് എന്തോ വലിയ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടി പരസ്പരം അകന്നു മാറിയതും. എന്താ സിധു അത്? നേരിയ വിളിച്ചതിൽ ചുറ്റും കണ്ണുകൾ പായിച്ചുകൊണ്ട് വൈദേഹി ചോദിച്ചു. അറിയില്ല. അവനെ എന്താണെന്ന് ചുറ്റും നോക്കിയായിരുന്നു. ദേ പരമേശ്വരൻ മാമ, നീ അങ്ങോട്ട് ചെന്നേ. ഇങ്ങോട്ടേക്കാരും വന്ന് നമ്മൾ രണ്ടുപേരും കണ്ട മാമയ്ക്ക് സംശയം തോന്നും. വൈദേഹി സിദ്ധാർത്ഥിനെ പിടിച്ചൊന്തിയപ്പോൾ അവൻ മനസ്സിലാ ചെമ്പരത്തി ചെടികളുടെ ഇടയിൽ നിന്ന് തറവാട്ടുമുറ്റത്തേക്ക് പോയി. ആരാത്? പരമേശ്വരൻ കയ്യിലുള്ള വലിയ ടോർച്ച് അളിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനാച്ചാ. ആ, നീയോ? നീ അവിടെ എന്തൊക്കെയായിരുന്നു? അത് ഞാൻ പെട്ടെന്നെന്തോ ശബ്ദം കേട്ടപ്പോൾ അവിടെ പോയി നോക്കിയതാ. ആ, ഞാനത് കേട്ടപ്പോൾ തന്നെ ഇറങ്ങിയതാ. പരമേശ്വരൻ മുറ്റത്തേക്ക് ടോർച്ച് നീട്ടിയടിച്ചു. അപ്പോൾ കണ്ടു തറവാട്ടുമുറ്റത്തെ വലിയ മാവിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണിരിക്കുന്നു. ഇതെങ്ങനെ പറ്റി? കാറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പരമേശ്വരൻ അത്ഭുതത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥം അത് തന്നെയാണ് ആലോചിച്ചത്. ഒരു ചെറുകാറ്റ് പോലും വീശിയിട്ടേയില്ല. പിന്നെ എങ്ങനെ ഈ കൊമ്പ് ഒടിഞ്ഞു വീണു? അവൻ പരമേശ്വരന്റെ കയ്യിൽ നിന്ന് ടോർച്ച് വാങ്ങി മാവിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. നിറയെ മാങ്ങിണ്ടായിരുന്നു അച്ഛാ. ചിലപ്പോൾ അതിന്റെ ഭാരം കൊണ്ട് ഒടിഞ്ഞു വീണാവും. തിരികെ അച്ഛന്റെ കയ്യിൽ ടോർച്ച് കൊണ്ടെടുത്തുണ്ടാവും പറഞ്ഞു. ആ, എന്നാ അങ്ങനെ ആയിരിക്കും. നീ അകത്തേക്ക് കയറുന്നില്ലേ? ആ, ഞാനിപ്പോ വരാം, ഒന്ന് കാറ്റുള്ളട്ടെ. വൈദേഹി ചെമ്പരത്തിയുടെ ഇടയിൽ തന്നെ ഉണ്ടാവുന്ന ഓർത്തുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. ആ, അധികം പുറത്ത് കിടന്ന് ഇറങ്ങണ്ട, അർദ്ധരാത്രി ആവാനായി. ഉള്ളിലേക്ക് കയറുന്നതിനിടയിൽ പരമേശ്വരൻ അവനെ ഓർമ്മിപ്പിച്ചു. അച്ഛൻ പോയെന്ന് കണ്ടതും അവൻ തിരികെ ചെമ്പരത്തി ചെടികളുടെ ഇടയിലേക്ക് നടന്നു. വൈദു അവിടെയൊന്നും കാണാതായപ്പോൾ അവൻ പതുക്കെ വിളിച്ചു നോക്കി. അപ്പോൾ തന്നെ വൈദേഹിയുടെ മുറിയിൽ വെളിച്ചം തെളിഞ്ഞത് അവൻ കണ്ടു. ഈ പെണ്ണപ്പോഴേക്കും പോയോ? നിരാശയോടെ അവിടെ മുറിയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥന്റെ വീടിന് നേരെ നടന്നു. ഈ സമയം വൈദേഹി തന്റെ കട്ടിൽ കിതപ്പോടെ ഇരിക്കുകയായിരുന്നു. ആ സമയം ആ കൊമ്പ് ഒടിഞ്ഞു വീണില്ലായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. അത് തനിക്കുള്ള അടയാളമായിരുന്നു എന്ന് അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. പാടില്ലായിരുന്നു. മനസ്സൊരു നിമിഷം പതറിപ്പോയി. കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി അവൾ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ടിരുന്നു. പിന്നീട് കണ്ണുകൾ അടച്ച് ഒരു ധ്യാനത്തിൽ എന്ന പോലെ ഇരുന്നു. ആ ഇരിപ്പ് അർദ്ധരാത്രിയോളം നീണ്ടു. അർദ്ധരാത്രി ആയപ്പോൾ വലിയൊരു മുഴക്ക ആ വീടിനുള്ളിൽ കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ തന്റെ നീണ്ട വലിയ കണ്ണുകൾ തുറന്ന് അവൾ ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി. അവളുടെ മുഖത്തപ്പോൾ വല്ലാത്ത തിളക്കം കൈവന്നിരുന്നു. പിന്നീട് അവൾ എഴുന്നേറ്റ് പോയി കുളിച്ച് ഈറനെടുത്ത് വന്നു. അലമാര തുറന്ന് താഴെ തട്ടിൽ നിന്നും ചിത്രപ്പണികളുടെ ഒരു പെട്ടി പുറത്തേക്ക് എടുത്തു. കറുത്ത നിറത്തിലുള്ള ആ തോൽപ്പെട്ടിയുടെ മേൽ എന്തൊക്കെയോ വികൃത രൂപങ്ങൾ കൊത്തിവെച്ചിരുന്നു. ആ പെട്ടി തുറന്ന് അവളൊരു കറുത്ത നിറത്തുള്ള സാരി പുറത്തേക്ക് എടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് കല്ല് വെച്ച ആഭരണങ്ങളും. മേൽക്കച്ചയായി കെട്ടിയിരുന്ന ഉടുമുണ്ട് വൈദേഹി അഴിച്ചു മാറ്റി. സാരിയും ആഭരണങ്ങൾ എടുത്തണിഞ്ഞ് മുടി അഴിച്ചിട്ട് ഇരുട്ടിലൂടെ തന്നെ അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇരുട്ടിലും കണ്ണു കാണാമെന്ന പോലെയായിരുന്നു അവളുടെ നീക്കങ്ങൾ.
ഹാളിലെത്തി മുകളിലേക്കുള്ള കോണിയുടെ പിൻഭാഗത്തേക്ക് അവൾ പോയി. എന്തൊക്കെയോ പഴയ സാധനങ്ങൾ കാർഡ്ബോർഡ് പെട്ടികളിലാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കനമേറിയ 2-3 പെട്ടികൾ അവൾ നിരക്കി മാറ്റി. തറയിലായി അമർന്നിരുന്ന് ഒരു ബട്ടണോൾ വലിപ്പമുള്ള ഭാഗത്ത് 3 വട്ടം കറക്കി അവൾ ശക്തിയിൽ അമർത്തി. അപ്പോൾ അവിടെ ഒരു വാതിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരാൾക്ക് മാത്രം താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു വാതിൽ. അത് വലിച്ചു തുറന്ന് അവൾ അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി. അതിൻ്റെ അടിയിൽ നിന്ന് അവൾ പഴയതുപോലെ ആ വാതിൽ തിരിച്ചടക്കുകയും ചെയ്ത് ആ ഭൂഗർഭറയിലേക്ക് ഇറങ്ങി. പുലർച്ചെ തന്നെ സിദ്ധാർത്ഥ് എഴുന്നേറ്റു. 6:30ക്കാണ് ട്രെയിൻ. ഡ്രൈവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടും. ചെന്നൈയിൽ ഒരു കമ്പനിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. പഠനത്തിന് ശേഷം കാലങ്ങളായി കൈമാറി വന്ന തറവാടിന്റെ ബിസിനസ്സിൽ അവനെ കൂടി ഉൾപ്പെടുത്താനായിരുന്നു പരമേശ്വരന്റെ തീരുമാനം. പക്ഷേ സിദ്ധാർത്ഥിന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ പുറത്തേക്ക് പോയി ജോലി ചെയ്ത നാട്ടിൽ സ്ഥിരമാകുന്നായിരുന്നു അവന്റെ തീരുമാനം. മകന്റെ ഇഷ്ടങ്ങളിൽ വലിയ കൈകടത്തലുകളൊന്നും നടത്താതെ പരമേശ്വരൻ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. രേണു കൊടുത്ത ചായയും കുടിച്ച് ബാഗും തൂക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലൊരു ചായ ഗ്ലാസുമായി അച്ഛൻ വരാന്തിലിരിക്കുന്നുണ്ട്. പുലർച്ചെ എഴുന്നേൽക്കുന്ന ശീലം എല്ലാവർക്കും ഉണ്ട്. ഡ്രൈവർ രാജൻ മുറ്റത്തേക്ക് കാർ ഇറക്കിയിട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥ് വൈദ്യയുടെ വീടിന്റെ നേർക്ക് നോക്കി. പുറത്തൊന്നും വെളിച്ചമില്ല. ഇവളിത് എഴുന്നേറ്റില്ലേ? സാധാരണ നേരത്തെ എഴുന്നേൽക്കുന്നതാണല്ലോ. പോവാൻ നേരത്തൊന്നും കാണാനും പറ്റിയില്ല. അവളോട് പ്രത്യേകം പറഞ്ഞതാ രാവിലെ തന്നെ പോകുന്നു. ഈ പെണ്ണ് അവൾക്ക് എഴുന്നേറ്റ് വന്ന് ആ പടിയിലെങ്കിലും നിന്നൂടെ? ഇനി ഒരാഴ്ച കാണുന്ന പെണ്ണിനൊന്ന് കാണണമെങ്കിൽ. അവനവളെ കാണാതെ പോകുന്നതിൽ വല്ലാത്ത നിരാശ തോന്നി. അമ്മയും അച്ഛനും പുറത്ത് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് അവിടെ വരെ പോയി നോക്കായിരുന്നു. അവരൊന്നും പറയില്ലെങ്കിലും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അങ്ങോട്ടേ പോകാനൊരു നാണം പോലെ. സിദ്ധു ഇറങ്ങാൻ നോക്ക്, ട്രെയിൻ കിട്ടില്ല കേട്ടോ, രേണുക അവന്റെ ചുറ്റിത്തിരിൽ കണ്ട് പറഞ്ഞു. ആ ശരി, ഇറങ്ങട്ടെ, വിളിക്കാമ്മ അച്ഛാ, അവൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. രണ്ടുപേരും പൂമുഖത്ത് നിന്നും തലയാട്ടി. ഒരിക്കൽ കൂടെ വൈദ്യയുടെ വീടിന് നേർക്ക് നോക്കിക്കൊണ്ട് അവൻ കാറിലേക്ക് കയറി. അവരെയും വഹിച്ചുകൊണ്ട് ആ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. രാവിലെ മേഘ കണ്ണൂർ നോക്കുമ്പോൾ എഴുന്നേൽക്കാനാവാത്ത വിധം തന്റെ മേലെന്തോ ഭാരം വന്നിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. കൈയെത്തിച്ച് ലൈറ്റിട്ടപ്പോഴാണ് കണ്ടത് അമ്മുവും അപ്പുവും അപ്പുറത്തും ഇപ്പുറത്തുമായി കിടക്കുന്നുണ്ട്. രണ്ടിനെയും കാലുകൾ തന്റെ നെഞ്ചിന്റെയും വയറിന്റെയും മേലെയാണ്. പതുക്കി ഉന്തി മാറ്റാൻ നോക്കിയിട്ട് മാറുന്നില്ല. രണ്ടിനെയും കാലിന്മേലെ ഓരോ പിച്ചു കൊടുത്തപ്പോൾ ഉറക്കത്തിൽ തന്നെ കാലിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് രണ്ടാളും കാലെടുത്ത് മാറ്റി. നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. വീടിനകത്തും പുറത്തൊക്കെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അച്ഛൻ നേരത്തെ തന്നെ പോവും. വാഷ് ബേസിൽ നിന്ന് മുഖമൊന്ന് കഴുകി അടുക്കളയിലേക്ക് കടക്കുന്ന നേരമാണ് അമ്മയുടെയും അച്ഛൻ്റെയും സംസാരം അവിടെ കാതുകളിലേക്ക് പതിഞ്ഞത്. നാളെ അവൻ വരുമല്ലോ. അമ്മയാണ് ജീവേന്റെ കാര്യമായിരിക്കും പറയുന്നത് അവൾക്ക് തോന്നി. രാഘവൻ പറഞ്ഞിരുന്നു. വലിയ താല്പര്യമില്ലാത്ത അച്ഛന്റെ സ്വരം. ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വന്നാൽ ഇത്തവണ എന്തായാലും കല്യാണം വേണം, നിർബന്ധമായിട്ട് നിങ്ങൾ പറയണം. അമ്മ പറഞ്ഞതിന് അച്ഛന്റെ മറുപടി എന്താണെന്ന് അറിയാൻ കാതുറപ്പിച്ച് മേഘ അവിടെ തന്നെ നിന്നു. നിങ്ങളെന്തോന്നും മിണ്ടാത്തേ? ഞാനെന്ത് മിണ്ടാനാ? അവനിങ്ങോട്ട് വരട്ടെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവനെത്താറൊന്നും കാത്തിക്കണ്ട. ഇപ്പോഴേ പറഞ്ഞു വെച്ചാൽ അവൻ വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെക്കാൻ പറ്റുള്ളൂ. അവന് എത്ര ദിവസത്തെ ലീവ് ഉണ്ടെന്നും അറിയില്ല. മേഘമോള് ലീവിനെ പറ്റിയൊന്നും പറഞ്ഞു കേട്ടില്ല. നാട്ടിലെത്തിയാൽ പിന്നെ അവൻ ഓരോ തിരക്കിപ്പെട്ട് നടക്കും. ഈ കാര്യം ഇവിടെ കിടക്കും. ഇനി പോയി വരുമ്പോഴേക്കും നാളെ ഒരുപാട് പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ സുമതിയോടൊന്ന് സംസാരിക്കേ. നിങ്ങളിങ്ങനെ കുന്നം പിടിക്കുന്ന പോലെ ഇരിക്കാൻ എന്തെങ്കിലുമൊന്ന് പറ. അച്ഛൻ്റെ അരസമട്ട് കണ്ട അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എടിയാതിനി ഞാൻ പറയാഞ്ഞിട്ടാണോ? കഴിഞ്ഞ ദിവസം ഞാൻ അവളോട് ഇതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പം അവള് വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എവിടെയോ സ്ഥലം വാങ്ങാൻ പോകുന്നെന്നോ, അതിന് പൈസ കുറച്ച് പോരെന്നോ, ചിട്ടി വീണ് കിട്ടിയില്ലെന്നോ. നിന്നോട് ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുന്ന കാരണം ഞാനൊന്നും മിണ്ടാണ്ടിരുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം കൊണ്ട് കയറി. അവൾക്ക് അല്ലെങ്കിൽ ഇത്തിരി തണ്ട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ നിലത്തൊന്നല്ല നിൽക്കുന്നേ. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തോണ്ടാ ഞാൻ സഹിക്കുന്നേ. അവള് കുറെ കഷ്ടപ്പെട്ടല്ലേ. കുറച്ച് നല്ല സ്ഥിതി വന്നപ്പോൾ അവളൊന്ന് സന്തോഷിക്കുന്ന. അതുപോട്ടെ, നീ അതൊന്നും കാര്യമാക്കണ്ട. ഇനിയിപ്പോൾ അവൻ വരട്ടെ, നാളെ എത്തുമല്ലോ. അപ്പം നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാമല്ലോ. രണ്ടുപേർക്കും കല്യാണപ്രായമൊക്കെ ആയില്ലേ. ഇനി അന്നത്തേക്ക് എടുത്തു വെക്കാനാ. എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കാം. നീ സമാധാനപ്പെടുക. ആ എന്തേലും ചെയ്യും. പറഞ്ഞുറപ്പിക്കുക. ഓരോരുത്തർക്ക് എന്തായിരുന്നു ഉത്സാഹം. ഇപ്പൊ കാര്യത്തോട് അടുത്ത പോലെ ന്യായങ്ങള്. അമ്മ ആരോടുന്നില്ല ആ പരാതി പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനൊരു ദീർഘനിശ്വാസം മുതിർത്ത് ചായ കുടിച്ചു. ഗ്ലാസ് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് തന്നെ സൈക്കിൾ എടുത്ത് പുറത്തേക്ക് പോയി. കാലത്ത് റൂട്ടും ഉച്ചയ്ക്ക് ശേഷം വേറൊരു റൂട്ടുമാണ്. ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഇനി രാത്രി വീട്ടിലേക്ക് വരികയുള്ളൂ. മേഘ അവിടെ നിന്ന് വേഗം അടുക്കളപ്പുറത്തേക്ക് നടന്നു. അമ്മ വരുമ്പോൾ താൻ അവിടെ നിൽക്കുന്ന കണ്ടാൽ അവർ പറഞ്ഞെല്ലാം കേട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ ഇന്നിനെങ്ങനെ വേവലാതിപ്പെടുന്നത്? വെറുതെ അച്ഛനെ കൂടെ ടെൻഷൻ അടിപ്പിക്കാൻ. ജീവേട്ടനൊന്ന് വരട്ടെ, എന്നിട്ട് മതിയല്ലോ ഇതൊക്കെ. സുമതി അപ്പിച്ച അല്ലെങ്കിൽ അങ്ങനെയാ. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളയും. അതിന് അമ്മ എന്തിനെങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്? തലയിൽ കുളിക്കാനെണ്ണ തേക്കുന്നതിൽ മേഘ ആലോചിച്ച് നിന്നു. ആൾക്കൊരു അമ്മയുടെ ആദ്യം നേരം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വൈദ്യയെ ഉറക്കെഴുന്നേറ്റപ്പോൾ നേരം നന്നേ വെളുത്തിരുന്നു. കണ്ണുകൾ തുറന്നിട്ടും തലക്ക് വല്ലാത്ത കരം പോലെ. രാത്രിയിൽ ഉറങ്ങിയിട്ടേയില്ല. പുലർച്ചെ എപ്പോഴാണെന്ന് മയങ്ങനായി കിടന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നേരെ അവളൊരു കുഞ്ഞു മുറിയുടെ നേരെ നടന്നു. അത് തുറന്ന് വൈദ്യയെ അതിനകത്തേക്കേറി വാതിലകത്തുനിന്ന് ഭദ്രമായി അടച്ച് കുറ്റിയിട്ടു. അതിനുള്ളിൽ ഫർണിച്ചറോ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ മുറിയുടെ ഉൾഭാഗം കടുത്ത മഞ്ഞ നിറമായിരുന്നുവെങ്കിലും
ഒരു മൂലയിൽ മാത്രം ഇളം കറുപ്പ് നിറമായിരുന്നു. അവിടെയൊക്കെ കർട്ടൻ ഇട്ടിരുന്നതിനാൽ ആ കറുപ്പ് നിറം പെട്ടെന്ന് കാണാനും കഴിയില്ല. അതിനടുത്തേക്ക് ചെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണാം ആ കറുപ്പ് ഭാഗം ഒരു വാതിലാണെന്ന്. വൈദേഹി അത് കൈകൊണ്ട് തള്ളി തുറന്ന് അതിനകത്തേക്ക് കയറി അത് അടച്ച് കുറ്റിയിട്ടു. വളരെ വിശാലമായൊരു മുറിയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നു. ചുമരുകളിൽ നിറയെ പല വികൃത രൂപങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. ഒരു നേർത്ത പുകപടലം അതിനുള്ളിൽ തങ്ങി നിൽക്കുന്ന പോലെ ഒരു പ്രത്യേക ഗന്ധവും. പിന്നെയും നടന്ന് ഒരു നീണ്ട ഇടനാഴി പോലെയുള്ള ഭാഗം കഴിഞ്ഞ് അവൾ മുന്നോട്ടേക്ക് നടന്നു. ആ പുക വരുന്നതിന്റെ ഉറവിടം അവിടെയായിരുന്നു. മുറിയിൽ നേരത്തെ കണ്ട് വരച്ചു വെച്ചിരിക്കുന്ന വികൃത രൂപങ്ങളുടെ പലതരത്തിലുള്ള പ്രതിമകൾ ആ മുറിയിൽ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കറുപ്പും ചുവപ്പ് ഇടകലർന്ന തുണിയിഴകൾ ആ മുറിയിൽ ആകമാനം ഉണ്ടായിരുന്നു. പുകപടലങ്ങൾ നാലുപാടും ഉയരുന്നു. ആകെ ഒരു ഭീകരാന്തരീക്ഷം. മുറിയുടെ നടുക്കായി ഒരു അതികായനായ മനുഷ്യൻ ധ്യാനത്തിൽ എന്ന പോലെ ഇരിക്കുന്നുണ്ട്. പിന്തിരിഞ്ഞിരിക്കുന്ന കാരണം മുഖം വ്യക്തമല്ല. വൈദേഹി അയാളുടെ അടുത്തേക്ക് ചെന്നു. അച്ഛാ. അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൾ പതിയെ വിളിച്ചു. ഭൈരവൻ തിരിഞ്ഞു നോക്കി. പക്ഷെ അയാളുടെ മുഖം കണ്ടപ്പോൾ വൈദേഹി വല്ലാതെ ഭയന്നുപോയി. ആ മുഖത്ത് ക്രോധം നിറഞ്ഞിരുന്നു. സാധാരണ ഈ സമയത്ത് സന്തോഷത്തിൽ ഇരിക്കേണ്ടതാണ്. ഇതിപ്പോ എന്തുപറ്റി? അച്ഛാ, എന്തുപറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൾ അയാളുടെ മുന്നിലേക്ക് കടന്നു. ഭൈരവൻ അപ്പോഴും ആലോചനയോടെ ക്രോധം നിറഞ്ഞ മുഖഭാവമായിട്ട് ഇരിക്കുകയാണ്. താൻ ചോദിച്ച അയാൾ കേട്ടില്ലെന്ന് വൈദേഹിക്ക് തോന്നി. അച്ഛാ. നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഭൈരവനൊന്നും മിണ്ടാതെയായപ്പോൾ വൈദേഹി വീണ്ടും അയാളെ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. കനത്തിലൊന്ന് മൂളി വൈദേഹി നോക്കി അയാളൊന്നും മിണ്ടലേ എന്ന് കൈയുയർത്തി കാണിച്ചു. പിന്നെ എന്തോ ചോദിക്കാനാഞ്ഞ വൈദേഹി അപ്പോൾ തന്നെ നിശബ്ദത പാലിച്ചു. അവൾ സംപ്രീതയായിട്ടില്ല. കൂട്ടത്തിലെ ഏറ്റവും വികൃതമായ മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിച്ച വലിയ സ്ത്രീ രൂപമുള്ള പ്രതിമയുടെ നേർ കൈ ചൂണ്ടിക്കൊണ്ട് ഭൈരവൻ പറഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പരിപൂജ ചെയ്തിട്ടും തൃപ്തിയായില്ലെന്നോ? ആളുടെ സ്വരത്തിൽ അപ്പോൾ വല്ലാത്ത നിരാശ കലർന്നിരുന്നു. ഭൈരവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വളരെ കഷ്ടപ്പെട്ടാണ് കമലയെ കിട്ടിയത്. ചോദിക്കാനും പറയാനും അങ്ങനെ ആരുമില്ലെന്നുള്ള ധൈര്യമായിരുന്നു ആകെ കൈമുതലായി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ സുജാത ഇടക്കേറി ഓരോന്ന് വിളിച്ചു പറയുന്നത്. അവൾ അങ്ങനെ ആരുടെ കൂടെയും പോവില്ല പോലും. കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒതുക്കാമെന്ന് അപ്പോൾ തോന്നിയ ബുദ്ധിയാണ്. ആദ്യം നോട്ടമിട്ട് തറവാട്ടിൽ തന്നെ മറ്റൊരു ജോലിക്കാരിയായ അംബികയാണ്. കള്ളുകുടിയനായ ഭർത്താവ്. അവനാണെങ്കിൽ വേറെ പെണ്ണുമായിട്ട് ബന്ധവുമുണ്ട്. ഇവളുണ്ടായാലും ഇല്ലെങ്കിൽ അതൊന്നും അവനെ ബാധിക്കാത്ത മട്ട്. സ്വാഭാവികമായി അവളെ കാണാതാവുമ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കും. അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് കൈ നിറയെ കാശും കൊടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തന്നെ വരുത്തിയത് ശിവൻ. കാര്യം കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പോകണം, ആരോടൊന്നും പറയരുത്. അതിനുവേണ്ടി അവൻ ചോദിച്ച തുക തന്നെ കൊടുക്കേണ്ടി വന്നു. നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവൻ ഒളിച്ചും പാത്തും നടന്നു. ഇടയ്ക്ക് തറവാട്ടിൽ ആരെങ്കിലും കാണാനായി അവനെ ആക്രി പറിക്കാൻ എന്ന പേരിൽ അങ്ങോട്ടേക്ക് 2 തവണ വിടുകയും ചെയ്തു. അംബികയെ കാണാതായാൽ അവന്റെ ഒപ്പം ഓടിപ്പോകുമെന്ന് വരുത്തി തീർക്കാനാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഒരു ദിവസം അംബിക അടുക്കളയിൽ തലകറങ്ങി വീണു. അവളുടെ ഭർത്താവ് ഇടയ്ക്കിടെ 2-3 തവണ വീട്ടിൽ വന്നതിന്റെ ഫലമായി അവൾ ഗർഭിണിയായിരുന്നു. അവളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു അന്നേരം തോന്നിയത്. ബലിപൂജയ്ക്ക് സമയമാവാനായി. ബലി കൊടുക്കപ്പെടേണ്ട ഒരു സ്ത്രീ ആയിരിക്കണം, പുരുഷ സുഖം അറിഞ്ഞവളായിരിക്കണം. പക്ഷെ വയറ്റൊരു ജീവൻ ഉരുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ബലിക്ക് പറ്റില്ല. അന്നേരം അവളോട് തോന്നിയ ദേഷ്യം കൊണ്ട് തറവാട്ടിൽ നിന്ന് അവളെ പുറത്താക്കി. ജീവിതമാർഗം അടഞ്ഞുപോയ വിഷമത്തോടെ അവൾ കരഞ്ഞരച്ചിൽ ഇപ്പോഴും കണ്ണിൽ നിൽക്കുന്നുണ്ട്. അമ്മയ്ക്കൊന്നും അവളെ പുറത്താക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും തന്റെ വാക്കിന് അവിടെ നല്ല വിലയുള്ളതിനാൽ കാര്യം സാധിച്ചു. ബലിപൂജയൊക്കെ ചുരുങ്ങിയ സമയം മാത്രം. എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സുജാത കമലയും കൊണ്ട് വന്നത്. ആദ്യം അവൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നെ അമ്മായിയാണ് പറഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പ്രസവിക്കാത്തതിന്റെ പേരിൽ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് അവളെയെന്ന്. പറ്റിയത് തന്നെ പുരുഷ സുഖം അറിഞ്ഞതുമാണ്. അടുത്തേക്കും ഗർഭിണിയാവാനുള്ള സാധ്യതയുമില്ല. ശിവനെ വീണ്ടും വിളിച്ചു വരുത്തി. പാടത്തെ തമിഴന്മാരായ പണിക്കാരോടൊപ്പം അവനെയും നിർത്തി. ആദ്യത്തെ കാര്യം പാളിപ്പോയതിനാൽ രണ്ടാമത് കമലയെ തിരഞ്ഞെടുത്തതിനാൽ അവന് വീണ്ടും പൈസ കൊടുക്കേണ്ടി വന്നു. എല്ലാവരും ഉത്സവത്തിന് പോയ സമയത്ത് കുളപ്പുരയിൽ വെച്ച് അവളെ ബോധം കെടുത്തി അവന്റെ സഹായത്തോടെ അറയിലേക്ക് അവൾ എത്തിച്ചു കൊടുത്താണ്. പിന്നെ ഒന്നും അറിയാത്ത പോലെ താനും ഉത്സവത്തിന് പോയി. അച്ഛൻ നാട്ടിൽ പോയിരിക്കുകയാണെന്ന് എല്ലാവരും കള്ളം പറയുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും അച്ഛാ, അവൾക്ക് തൃപ്തിയായിട്ടില്ലെന്ന് ഉറപ്പ് തന്നെയാണോ? മടിച്ച് വൈദേഹി പിന്നെയും ചോദിച്ചു. അതെ, അവൾക്ക് തൃപ്തിയായിട്ടില്ല. ആ പെണ്ണിനെ കണ്ടുപിടിച്ചതിൽ നിനക്കെന്തോ പിഴവ് പറ്റിയിരിക്കുന്നു വൈദേഹി. അതാണ് എന്റെ മേൽ കാണുന്ന ഈ അടയാളങ്ങൾ. അതും പറഞ്ഞ് ഭൈരവൻ എഴുന്നേറ്റു. അപ്പോൾ വൈദേഹി ഞെട്ടിലോട് ആ കാഴ്ച കണ്ടു. ഭൈരവന്റെ വയറിലും നെഞ്ചിലുമൊക്കെ അയച്ചു വന്ന നിറത്തിൽ നഖം കൊണ്ട് പോറിയപ്പോൾ അടയാളങ്ങൾ. അതിൽ നിന്നും ചെറുതായി രക്തം കിനിയുന്നു. പക്ഷെ അച്ഛാ, അവളെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുതന്നെയുള്ളായിരുന്നു. പിന്നെ എവിടെയാണ് പിഴവ് പറ്റിയെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈദേഹി അത്ര ഉറപ്പോടെയാണ് അത് പറഞ്ഞത്. കാരണം സുജാത കമലയെ പറ്റി പറഞ്ഞ സത്യമാണോ എന്ന് വൈദേഹി അവളുടെ വഴിക്കും അന്വേഷിച്ചിരുന്നു. അപ്പോഴും അറിഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ തന്നെയായിരുന്നു. പിന്നെ എവിടെയാണ് തനിക്ക് പിഴവ് പറ്റിയെന്ന് അച്ഛൻ പറയുന്നത്? വൈദേഹി, അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവളെ കല്യാണം കഴിച്ചവനിൽ നിന്ന് അവളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല.
അവൻ എത്രക്കാരനാണെന്ന് നീ അന്വേഷിച്ചിട്ടില്ലല്ലോ. ഇല്ല. തെറ്റുപറ്റിയവൾ പോലെ മുഖം വിളിച്ചുകൊണ്ട് വൈദേഹി മറുപടി പറഞ്ഞു. ചിലപ്പോ അവനൊരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്തവനായിരിക്കും. അവള് മച്ചിയാണെന്ന് അറിഞ്ഞപ്പോ അവനെ പറ്റിയും കൂടെ നീ ഒന്ന് തിരക്കണമായിരുന്നു. എങ്കിലിപ്പോ ഇങ്ങനെ വരില്ലായിരുന്നു. നിനക്ക് ആവേശം കൂടിപ്പോയി വൈദേഹി. ആദ്യത്തെ പെണ്ണ് കൈവിട്ടു പോയപ്പോ നീ ഇവളെ പറ്റി കാര്യമായിട്ട് തിരക്കിയില്ല. വൈദേഹിക്ക് മുഖമുയർത്താൻ കഴിഞ്ഞില്ല. ശരിയാണ് അച്ഛൻ പറയുന്നത്. തന്റെ ഭാഗത്ത് സംഭവിച്ച തെറ്റ് തന്നെയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.